ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു. ടീമുകൾ എല്ലാവരും അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പൊക്കെ നേരത്തെ പൂർത്തിയായിരുന്നു. ഗോവയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാഹുൽ ഗിരി നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഇതുവരെ സൂപ്പർ കപ്പിൽ ഒരേ സമയം 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ആ നിയമത്തിൽ മാറ്റം വരികയാണ്. പല ക്ലബ്ബുകളും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് ഇതിൽ മാറ്റം വരുത്താൻ അപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഫെഡറേഷൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ ഒരേ സമയം 4 വിദേശ താരങ്ങളെ മാത്രമേ ഒരുമിച്ച് കളിപ്പിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിയമം വരികയാണ് എന്നായിരുന്നു രാഹുൽ ഗിരി റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യൽ സ്ഥിരീകരണം നടത്തിയിരുന്നില്ല. ഇപ്പോഴിതാ ആ നിയമം മാറ്റുന്നതിൽ നിന്നും ഫെഡറേഷൻ പിന്മാറുകയാണ്. സായൻ മുഖർജിയാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് രാഹുൽ ഗിരി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് പഴയ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോവുക. ഒരേ സമയം 6 വിദേശ താരങ്ങളെ ഒരുമിച്ച് കളിപ്പിക്കാനുള്ള ഒരു അനുമതി ക്ലബ്ബുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഒരേ സമയം 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാം എന്നുള്ളതാണ്. ആ നിയമത്തിൽ മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സായൻ മുഖർജിയും രാഹുൽ ഗിരിയും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പല ക്ലബ്ബുകളും ഈ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കാൻ വേണ്ടിയാണ് ഈ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന ഒരു ആവശ്യവുമായി കൊണ്ട് ഫെഡറേഷനെ ക്ലബ്ബുകൾ സമീപിച്ചിരുന്നത്. പക്ഷെ അതിന് ഇപ്പോൾ ഫെഡറേഷൻ വഴങ്ങിയിട്ടില്ല. പഴയ പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഒരേ സമയം 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ ഇപ്പോൾ ക്ലബ്ബുകൾക്ക് സൂപ്പർ കപ്പിൽ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.